ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. എൻ്റെ ടൂറിസ്റ്റ് ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. മൂന്നാറിലെ സ്റ്റാർ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഇന്നലെ അവർ സ്റ്റേ ചെയ്തത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുൾ സൈറ്റ് സീനാണ്. ഇവിടുത്തെ മൂന്നാറിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ വീഡിയോ നമ്മൾ പകർത്തി വീഡിയോ ആയിട്ട് വ്ലോഗ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും നന്ദി. കാണാത്തവർ ഇനിയും കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് യാത്രകൾ ഇനി ചെയ്യാനുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ആണ് സ്റ്റാർ എമിറേറ്റ്സ് റിസോർട്ട്. നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടാണ് കേസ് ഇത്. മുകളിൽ മനോഹരമായിട്ടുള്ള മലനിരകൾ, മൂന്നാറിൻ്റെ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. എത്ര കണ്ടാലും നമുക്ക് മതിവരാത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ കേരളം എന്ന രാജ്യത്തെ, കേരളം എന്ന ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഈ മനോഹാരിതകൾ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിസോർട്ട്. റിസോർട്ടിൻ്റെ അകത്തുനിന്നും കയറി ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാറില്ല, കാരണം നമ്മൾ പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ ഗസ്റ്റ് വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സംഭവങ്ങൾ ക്ലിയർ ചെയ്യാം. ഇത് റിസോർട്ടിനോട് ചേർന്നുള്ളൊരു സ്കൂളാട്ടോ, ശ്രീനാരായണ പബ്ലിക് സ്കൂള്. നല്ല രസമാണ് സ്കൂള് കാണാനായിട്ട് തന്നെ. നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. LKG UKG LP സ്കൂൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൈറ്റ് സീൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഞാൻ അവരെ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. അത് വേറെ എവിടെയൊന്നും അല്ല, നമ്മുടെ ആനച്ചാൽ കഴിഞ്ഞ് മൂന്നാറിലോട്ട് കയറുമ്പോഴുള്ള ആദ്യത്തെ വ്യൂ പോയിന്റ്, 2-ാം മൈൽ വ്യൂ പോയിന്റ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് 2-ാം മൈൽ വ്യൂ പോയിന്റ്. നമ്മൾ ഒരുപാട് റീൽസിലേക്ക് കണ്ടേക്കണയാണ് ആണല്ലോ, കാണിച്ചു തരാം. മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് കണ്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ എൻ്റെ തുടക്കം. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും. എല്ലാവരും കൂടെ ഉണ്ടാവുക ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2-ാമത്തെ പോയിൻ്റായിട്ടുള്ള ടാറ്റ ടീ മ്യൂസിയത്തിലായിട്ട് ഞാൻ അവരെയും കൊണ്ട് വന്നേക്കുന്നത്. വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, കാരണം ഹോളി പിന്നെ ഞായറാഴ്ച, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് ടാറ്റ റിപ്പിൾ ടീ മ്യൂസിയം ആണ്. മൂന്നാർ ടൗണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി നമ്മുടെ രാജമല പോകുന്ന വഴിക്ക് വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു വരണം ഈ ടീ മ്യൂസിയം കാണാനായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ടീ മ്യൂസിയമാണ്. വളരെ മനോഹരമായിട്ടുള്ളതും അതുപോലെ ഒരുപാട് പഴക്കമുള്ള ഒരു ടീ മ്യൂസിയമാണ്. ഇവിടെ വേറെ 2-3 ടീ മ്യൂസിയം കൂടി ഉണ്ട്. ലൊക്കാട്ട് പിന്നെ മാട്ടുപ്പെട്ടി. ലൊക്കാട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇവിടെയാണ് കൂടുതൽ കൊടുക്കാൻ സൗകര്യം. ലൊക്കാട്ട് സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്താണ്. ഫുള്ള് ടാക്സി വണ്ടികളായിട്ടാണ് കിടക്കണത്. ട്രാവലർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, സെഡാൻ വണ്ടികളുണ്ട്. എല്ലാം വന്നേക്കുന്നത് പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നോർത്ത് ഇന്ത്യൻസായിട്ടുള്ള സഹോദരങ്ങളാണ്. കാരണം എത്ര മനോഹരമാണെന്ന് നോക്കൂട്ടോ നമ്മുടെ ടീ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള ഭംഗി കാണാനായിട്ട്. അപ്പം മൂന്നാറിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഞങ്ങൾ മോസ്റ്റ്ലി കൊടുക്കുന്ന സൈറ്റ് സീയിങ്ങുകളിൽ ഒരു ഭാഗമാണ് 1-ാം മൈൽ വ്യൂ പോയിന്റ്, പിന്നെ ടീ മ്യൂസിയം. ടീ മ്യൂസിയം 3 സ്ഥലമുണ്ട്. ലൊക്കാട്ടുണ്ട്, മാട്ടുപ്പെട്ടി ഉണ്ട്, ഇവിടെ മൂന്നാർ ടൗണിലുള്ള ടാറ്റയുടെ ടീ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിലേത് വേണി നമുക്ക് കൊടുക്കാം. പക്ഷേ ഏറ്റവും ഭംഗിയുള്ളതും നല്ല അടിപൊളി സർവീസും പിന്നെ നല്ല തേയിലയും കിട്ടുന്ന എനിക്ക് തോന്നുന്നു ലൊക്കാട്ടിലാന്ന് തോന്നുന്നു. കാരണം അത് പഴയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അതിന് കാണാൻ. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് പോവില്ല, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ റൂട്ടിൽ പോകണം. പിന്നെ തിരിച്ച് നമ്മളിവിടെ വന്നിട്ട് വേറെ റൂട്ടിൽ പോയാലാണ് സൈറ്റ് സീയിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീ മ്യൂസിയമാണ് ഞാൻ 2-ാമത് വന്നത് ടൂറിസ്റ്റ് പ്ലേസ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഈ വ്ളോഗിൻ്റെ ഇടയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ താല്പര്യപ്പെടുകയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക സംഘർഷവും അതുപോലെ ഹാപ്പിനെസ്. പൈസ, സമാധാനം, സന്തോഷമൊക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അതിന് ഉത്തരവാദി. അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ നിലവിൽ എന്താ ഉള്ളത്? കിടക്കാനൊരു വീടുണ്ടെന്ന് വിചാരിക്കുക. ആ വീട് നമുക്ക് ഡെയിലി പണിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഒരു 1000 രൂപ കിട്ടുന്ന ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും. മനസ്സിലായോ? മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പൈസയൊന്നുമല്ല, ആരോഗ്യം, ഹെൽത്താണ്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് തീരുന്നിടം വരെ ഉള്ളൂ പൈസ എന്ന് പറഞ്ഞ സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം
ശാരീരികവും അതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഹാപ്പിയുള്ള നല്ല നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ തന്നെയാണ്. വലിയ കാറിൻ്റെയോ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിൻ്റെയോ ആവശ്യമില്ല, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പലരെയും കാണുന്നുണ്ട്, സെലിബ്രിറ്റികൾ, നേതാക്കന്മാർ, പിന്നെ ബിസിനസ്സുകാർ, പൈസയുള്ള ആളുകൾ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെ തന്നെ എടുത്തോ, നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി. ഇവനൊക്കെ എങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും? ഇവനൊക്കെ ഇഷ്ടംമാതിരി പൈസയുണ്ട്, ഇവൻ്റെ മനസ്സിനൊക്കെ എന്നാ സന്തോഷം. നമ്മൾ വിചാരിക്കരുത്. കാരണം അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്നാ നമ്മളറിയുള്ള. മനുഷ്യൻ പല പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ശരിയല്ലേ? ചിലപ്പോൾ ഡിപ്രഷൻ മൈൻഡുള്ള ആളുണ്ടാവും, മനസ്സിന് സങ്കടങ്ങൾ, ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ആരും ഈ വീഡിയോ ഒക്കെ ചെയ്യണവർക്ക് ആർക്കും ഒന്നും വലിയ സെറ്റപ്പ്, ഇതൊക്കെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളാണ്, മനസ്സിലായ? കുറച്ച് ആളുകളാണ് എവിടെയും വിജയിച്ച് നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമലി സ്ട്രഗിൾ ചെയ്ത് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ആരും അസൂയപ്പെടുവോ അല്ലെങ്കിൽ അവൻ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ആരും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നും ആയിട്ടല്ലേ കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ നമ്മുടെ വഴിയിലൂടെ നമുക്കെങ്ങനെ മനസ്സിന് സന്തോഷം. ഇപ്പോൾ റമദാൻ മാസമാണ്, നോമ്പ് പിടിക്കുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അല്ലാത്ത സമയത്ത് നോമ്പ് കഴിഞ്ഞ് പാട്ട് കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കാം, പല പല ആക്ടിവിറ്റികൾ, തെറ്റായിട്ടില്ലാത്ത ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പോയിട്ട് നമുക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റും, മനസ്സിലായോ? ഈ ലോകം അങ്ങനെയാണ്. നിലവിൽ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്സ്. നമ്മൾ ഈ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ, മനസ്സിലാക്കുക. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമുണ്ട്. അതല്ല യൂറോപ്യന്മാർ, അമേരിക്കൻസ്, പിന്നെ ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കാണുന്നുണ്ട്, അവർ എല്ലാ വർഷവും ഇങ്ങനെ ടൂർ പോകും. അറബ്സ്, പിന്നെ അമേരിക്കൻസ്, യൂറോപ്യൻസ്, ഞാൻ പറഞ്ഞ പോലെ അവരൊക്കെ എപ്പോഴും ടൂർ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? സ്ട്രെസ് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ്, മനസ്സിലായോ? എപ്പം ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് കുളിക്കുക, എൻജോയ് ചെയ്യുക. അവർക്കറിയാം നമ്മുടെ കയ്യിലല്ല ഒന്നും, പടച്ചവനെന്ന് പറഞ്ഞ സത്യമുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര സ്ട്രഗിളായിരിക്കും. സാമ്പത്തികം ഒരു വശത്ത്, ശാരീരികവും മാനസികവും വേറൊരു വശത്ത്. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് നോക്കൂ, ഇതൊരു ശരീരമല്ലേ, നമ്മളൊരു മനുഷ്യൻ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുക. ഇങ്ങനൊരു സംഭവം എഴുന്നേറ്റ് നടന്ന് നമ്മൾ ലോകത്തോട്ട് നോക്കുമ്പോൾ ലോകത്ത് എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നമുക്കറിയില്ല, മനസ്സിലായോ? ജനസംഖ്യ എത്ര എനിക്ക് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും, കറക്റ്റ്ലി എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നടന്നു പോകുന്നു. അതുപോലെ മൃഗങ്ങൾ, ചിന്തിച്ചാൽ മതി, അതിലൊരു ആൾ മാത്രമാണ് നമ്മൾ. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് വരും. അത് വലിയൊരു സംഭവമാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മൂന്നാമത്തെ പോയിൻ്റായിട്ടുള്ള റോസ് ഗാർഡനിലാട്ടോ. മാട്ടുപ്പെട്ടി റൂട്ടിലാട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കുണ്ട്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഗസ്റ്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് റോസ് ഗാർഡനെ കാണാനായിട്ട്. അടുത്ത പോയിൻ്റായിട്ടുള്ള ഫോട്ടോ പോയിന്റിലാട്ടോ വന്നേക്കണേ. ഫോട്ടോ പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടമാണ് ഇവിടെ കാണാൻ നമുക്ക് പറ്റുക. കാരണം നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയ കേട്ടോ മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലുള്ള ഫോട്ടോ പോയിന്റ്. ഇത്ര മനോഹരമാണെന്നറിയോ ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടോ, താഴെ നിന്നൊക്കെ വണ്ടി കയറി വന്നുണ്ട്. വ്യൂ പോയിൻ്റ്, എയർപിൻ ബെൻഡുകൾ, അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫോട്ടോ പോയിന്റ്. അതിനുശേഷം ഞാൻ വന്നത് മാട്ടുപ്പെട്ടി ഡാമിലാട്ടോ. ഡാമിൽ വന്നപ്പോൾ നല്ല തിരക്ക്, വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലവും ഇല്ല. ഇതന്നെ തല ഇരിഞ്ഞു പോയോ? സോറി. നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു നമ്മുടെ ബലൂൺ ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ ഡാം കാണാം, പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാം. ഇതൊക്കെയാണ് മാട്ടുപ്പെട്ടി ഡാമിൽ വന്നാലുള്ള കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഗസ്റ്റ് താഴോട്ട് നടന്നു. ഞാൻ മുകളിൽ കൊണ്ട് പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നടന്നു കേട്ടോ കേസ്. കണ്ട മാട്ടുപ്പെട്ടി ലേക്ക് എത്ര മനോഹരമാണെന്ന് നോക്കിയല്ല, രക്ഷയില്ല. ജനങ്ങളുടെ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാട്ടോ. ദൂരെ നമുക്ക് ബോട്ടിങ് കാണാൻ പറ്റും കേട്ടോ. മാട്ടുപ്പെട്ടി ബോട്ടിങ്, അവിടെ ബോട്ടിങ് സെൻ്റർ ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിങ്ങിന് പോകണം. 20 മിനിറ്റിന് ഏതാണ്ട് 700 രൂപയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എക്കോ പോയിന്റ് ആട്ടോ. എക്കോ പോയിന്റിലാണ് കണ്ടോ. എക്കോ പോയിന്റിൽ ഇതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അടുത്ത സ്ഥലം. എന്നിട്ട് വണ്ടി ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അവരെ കൊണ്ട് നടന്നു. അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഞാൻ തിരിച്ചുകൂടെ വന്ന് പാർക്ക് ചെയ്തു വരും. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി പിക്ക് ചെയ്യണം. നല്ല ക്ഷീണമുണ്ട്, നോമ്പാണ്. അങ്ങോട്ട് തന്നെ പോണേ. പക്ഷേ തണുപ്പായതുകൊണ്ട് കാറ്റിൽ കടിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ നടക്കാൻ പോകണം. നല്ല തിരക്കാട്ടോ. ഹോളിഡേ അവധി നോർത്ത് ഇന്ത്യൻസ്. അവരെ ഫോൺ വിളിച്ചാൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ അടുത്ത് പോകണം. കാരണം എവിടെ വണ്ടികളെന്ന് അവർക്ക് അറിയില്ല. നേരെ ടോപ്പ് സ്റ്റേഷൻ വഴിക്ക് ചിലപ്പോൾ അവർ പോകുന്നതാണ് എക്കോ പോയിന്റിന്റെ കാഴ്ചകൾ. എക്കോ പോയിന്റിൽ അതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ പോകണമാണ്. കണ്ടോ ഇതാണ് എക്കോ പോയിന്റിലേക്ക്. വെള്ളമൊക്കെ നല്ല പച്ച കളറിൽ കാണാൻ പറ്റും. മറ്റേ മാട്ടുപ്പെട്ടിയൊക്കെ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലം കേട്ടോ. ഒരൊറ്റ ലേക്കിൽ ഇങ്ങനെ പോണ സംഭവങ്ങളാണ്. ഇവിടെ ഒരുപാട് ടാക്സി വണ്ടികളുണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ട്, കാണാം. കണ്ടോ അവിടെയും ഇവിടെയും ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ട് ഉണ്ട്. ഇവിടെ പെഡൽ ബോട്ടാണ് കൂടുതലുള്ളത്. ഇതാണ് എക്കോ പോയിന്റ്. എക്കോ വരും ഇവിടെ. നല്ല തിരക്കാട്ടോ. ഇവിടെ ഞാൻ ക്യാമറ പിടിച്ചതിന് ചെറിയ പ്രശ്നം വന്നു. ചെറിയ മിസ്റ്റേക്കുകളാണ്. സോറി, ക്ഷമിക്കുക എല്ലാവരും. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ സൈസിൽ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ടോപ്പ് സ്റ്റേഷനിൽ എത്തിയേക്കാട്ടോ. അവർ പറഞ്ഞു ടോപ്പ് സ്റ്റേഷൻ പോകണം. ടോപ്പ് സ്റ്റേഷനിൽ വന്നപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് നല്ല തണുത്തൊരു അന്തരീക്ഷം. നാഷണൽ പാർക്ക് ആയതുകൊണ്ട് അവർക്ക് അപ്പോൾ അവരവിടെ ഇറക്കി പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുകയാണ്. അലോടല്ല, പക്ഷെ അവർ ട്രാവൽസിൽ വിളിച്ച് പേ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ. അങ്ങനെ ഞാൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു ആശ്വാസം കിട്ടി. ടോപ്പ് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു 600 മീറ്റർ ഉണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ ടോപ്പ് വ്യൂ കാണാനായിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇനി നമ്മൾ തിരിച്ചു പോകണം. ഒക്കെ ശരിയാണ്. കണ്ടോ, അപ്പം ഞാൻ നിൽക്കണത് ടോപ്പ് സ്റ്റേഷനിലാണ്. വലിയ ഒച്ചയ്ക്കൊന്നും ഞാൻ സംസാരിക്കില്ല കേട്ടോ. എൻ്റെ വ്ളോഗിൻ്റെ പ്രത്യേകതയാണ് വലിയ സൗണ്ടിലൊക്കെ സംസാരിക്കുക. ഭയങ്കര നാണമുള്ള ഒരാളാണ്. ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടാണ്. ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടവട. ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ കാഴ്ചകളുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നേരെ മൂന്നാർ ടൗണിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കും. പ്യൂർ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്, ഗുജറാത്തികളായതുകൊണ്ട്. കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലോട്ട് നേരെ കൊണ്ടുപോയി വിടും. ഇന്നത്തെ പരിപാടി കഴിയും. നാളത്തേക്ക് ഇടിക്കുമോ. നാളത്തെ മിക്കവാറും വ്ളോഗായിട്ടുണ്ടാവില്ല, കണ്ടിന്യൂറ്റി ആയിട്ടില്ലാണ്ടാണ് ചെയ്യണത്. കാരണം പല സാഹചര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഷെയർ ചെയ്ത് തന്നെ കേട്ടോ വീഡിയോ. ടോപ്പ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.